അനുമോളില്ലാത്ത അനുമോളുടെ റൂം. അതില് വലിയ പ്ലാച്ചി സ്റ്റാൻഡ് ചെയ്തിരുന്ന ഇവിടെയാ. അതിനെയാണ് കൊണ്ടുപോയത് ആള്. ആ പ്ലാച്ചിയാണ് ഇപ്പോഴത്തെ താരം. 12 മണിയാകുമ്പോ എണീക്കും, ഫുഡ് കഴിക്കും, വീണ്ടും ഫോണിൽ കളിക്കും, ജിമ്മിൽ പോകും, വൈകിട്ട് തിരിച്ചു വരും. ഇവിടെയും കുറെ അവാർഡുകൾ ഉണ്ട് അല്ലേ? ഒത്തിരി ഉണ്ട്. അതെല്ലാം വീട്ടിൽ ആരനാട് വീട്ടിലാണ് വെച്ചിരിക്കുന്നത്. ഒരു ചെറിയ കാര്യം പറയട്ടെ, ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും മൈജി സൂപ്പർ EMI, ചെറുതിന്റെ പവർ. ബിഗ് ബോസ് ഷോയാണ് ഇപ്പോൾ ചർച്ചകളിൽ എങ്ങും. ഇപ്പോൾ ഫൈനൽസിൽ ഏകദേശം 8 പേര് അവിടെയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മത്സരാർത്ഥി അനുമോളാണ്, നമ്മുടെ സ്റ്റാർ മാജിക്കിലെ അനുക്കുട്ടി. ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് അനുക്കുട്ടിയുടെ വീട്ടിലാണ്. അനുക്കുട്ടിയുടെ വിശേഷങ്ങളും അവരുടെ എന്താണ് അവരുടെ പ്രതീക്ഷകളെന്നൊക്കെ അറിയാം. ചേച്ചി ഇവിടെ നമ്മളെ കാത്തിരിപ്പുണ്ട്, വരും. ചേച്ചി നമസ്കാരം. എന്തുണ്ട് വിശേഷം? എങ്ങനെയുണ്ട് ഓട്ടുകൊടുത്തും പരിപാടിയൊക്കെ? കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. സോഷ്യൽ മീഡിയ ഒക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? ചോദിക്കേണ്ട കാര്യമില്ല, എന്നാലും കാണും. ലൈവ് കാണുന്നത് കൊണ്ട് അതിനോടൊപ്പം ഇതും കാണുന്നുണ്ട്. നമുക്ക് അമ്മയും അച്ഛനൊക്കെ അകത്തുണ്ട്. നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം. ഇത് അനുക്കുട്ടിയുടെ വീടല്ലേ? അതെ. നമ്മൾ അതായത് കുടുംബ വീട് അരിനാടാണ്. ഇത് നമ്മളൊരു 3 വർഷമായി വാങ്ങിച്ചിട്ട് സ്ഥലം മേടിച്ച് നമ്മളെല്ലാരും കൂടി ഇപ്പൊ ഇവിടെ താമസിക്കും. ഇടയ്ക്ക് ഈ വീടിനെ പറ്റിയാണ് അതിനകത്ത് പറയുന്നത്. കടമുണ്ട്, ലോൺ ഉണ്ടെന്ന് പറഞ്ഞ ഈ വീടിനെ പറ്റിയാണ്. ഇതാണ് അനുക്കുട്ടി ഈ ഇടയ്ക്ക് ലക്ഷ്മി ചേച്ചി പറഞ്ഞ ആ കാറ് മേടിച്ച കാറ് 18 ലക്ഷത്തിന്റെ. ലോണൊക്കെ കഴിഞ്ഞോ? ലോണ് കഴിഞ്ഞു. അപ്പം അതിനെപ്പറ്റി അപ്പൊ ലക്ഷ്മി ചേച്ചി പറഞ്ഞപ്പോ നമുക്ക് ഭയങ്കര സങ്കടം തോന്നി. നമ്മളൊക്കെ ഭയങ്കര സ്റ്റാർ ആയിട്ട് കാണുന്നതാണ് നിങ്ങൾ. എങ്ങനെ ഞങ്ങൾക്ക് പറയണ്ടേന്ന് അറിയില്ല. പക്ഷെ ഒരു കാറ് വാങ്ങിക്കുന്ന ഒരു തീരുമാനത്തിലെത്താനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് ആലോചിച്ചു എന്നൊക്കെ പറയുന്ന കേട്ടു. നമുക്ക് നാളത്തേക്ക് പോയാൽ ഇവിടെ വേറൊരു വണ്ടി കിടപ്പുണ്ടല്ലോ, അത് പഴയ കാറാണ്. പക്ഷെ അവള് എവിടെയെങ്കിലും ഇവിടേക്ക് അടുത്ത് പോകുമ്പോ അത് തന്നെ കൊണ്ടുപോകുന്നത്. ഇതില് മൈലേജ് കുറവായതുകൊണ്ട് അതിലാ പോകുന്നത്. ഇപ്പോഴും അവള് പുറത്ത് പോകുമ്പോൾ ഇവിടുന്ന് യൂബർ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോകും, അല്ലെങ്കിൽ A1 ബസിന്റെ സ്റ്റോപ്പിൽ പോകും. അവിടെ നിന്ന് ഇനാഗ്രേഷൻ ആയാലും അവിടെ പോകും. ട്രെയിനിലാ പോകുന്നത്. കാർ ഇവിടെ എങ്ങാനൊക്കെ പോകാനേ എടുക്കത്തുള്ളൂ. ശരി, നമുക്ക് അകത്തേക്ക് ഞാനാ കേറി വരുന്നത്. ചേച്ചീനെ ഞാൻ വിളിച്ചോണ്ട് വരുമ്പോലെ. ഇതാണ് അനുമോളുടെ വീടല്ലേ? ഇവിടെ 24 മണിക്കൂറും ഇതല്ലേ? ഓ, ഇതാണല്ലേ? സ്റ്റേറ്റ് അവാർഡ് അല്ലേ? സ്റ്റേറ്റ് അവാർഡ്. പ്ലേ ബട്ടൺ ഒക്കെ ഉണ്ടല്ലോ യൂട്യൂബ് ചാനൽ. അങ്ങനെ വലിയ വർക്കിംഗ് അല്ല. സമയം കിട്ടാറില്ല. എന്നാലും ഞാൻ നിർബന്ധിക്കുമ്പോഴത്തേനും ചെറിയ വീഡിയോസ് ഒക്കെ ഇടും. ഇടയ്ക്കിടുമ്പോഴത്തേനും റീച്ച് കിട്ടത്തില്ലല്ലോ, കണ്ടിന്യൂസ് ഇടണ്ടേ. ഇവിടെയും കുറച്ച് അവാർഡ്സ് അവാർഡ് മുകളിലുണ്ട്, കാണിച്ചു തരാം. അനുവിന്റെ റൂമിലേക്ക് പോവാല്ലേ? ഈ വീട്ടിലാണോ ലക്ഷ്മി ചേച്ചി വന്നത്? നാട്ടിലാ, ആര്യനാട് അപ്പുറത്താണ്. അവിടെ ഇവിടെ നമ്മൾ 3 വർഷമായുള്ള വീട് വെച്ചിട്ട്. ഓ, എനിക്ക് തോന്നുന്നു അവിടെയാന്ന് തോന്നുന്നു കൂടുതലും ആൾക്കാരെ അറിയുന്നത്. നമ്മള് സ്വന്തം നാട് അവിടെയല്ലേ? കൂട്ടിയിട്ടിരിക്കുക അല്ല, ഇവിടെ ആരും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേറി നോക്കും. അനുമോളില്ലാത്ത അനുമോളുടെ റൂം ഇവിടെയാണോ ഫുൾ ടൈം എപ്പോഴും? ഇതിനകത്ത് ഫോൺ വെച്ച് ഇങ്ങനെ കിടക്കും. 12 മണിയാകുമ്പോ എണീക്കും. വീട്ടിലുള്ളപ്പോ 12 മണിയാകുമ്പോ എണീക്കും, ഫുഡ് കഴിക്കും, വീണ്ടും ഫോണിൽ കളിക്കും, ജിമ്മിൽ പോകും, വൈകിട്ട് തിരിച്ചു വരും. ജിമ്മിലൊക്കെ കറക്റ്റ് ആയിട്ടോ? ഇവിടെ ഉള്ളപ്പം, വീട്ടിലുള്ളപ്പം ഞാൻ പറയണം പോണോന്ന് പറയണം. ഇപ്പൊ പക്ഷെ ജിമ്മിൽ പോവാതെ തന്നെ ഇവിടെയും കുറെ അവാർഡുകൾ ഉണ്ട് അല്ലേ? ഒത്തിരി ഉണ്ട്. അതെല്ലാം വീട്ടിൽ ആരനാട് വീട്ടിലാ വെച്ചിരിക്കുന്നത്. എല്ലാം അങ്ങ് അവിടെ കൊണ്ടാ വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് ആളുടെ സാമ്രാജ്യം. അതെ. എന്തായാലും നമുക്ക് പ്രതീക്ഷയുടെ കാത്തിരിക്കാം. ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. ഇനിയിപ്പോ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ ഉടനെ വീട്ടിലോട്ടായിരിക്കും വരുന്നത്. ഇവിടുത്തെ കൊറേ ടോയ് ഉണ്ട്. പ്ലാച്ചിയുടെ പ്ലാച്ചീസാ. അതില് വലിയ പ്ലാച്ചി സ്റ്റാൻഡ് ചെയ്തിരുന്ന ഇവിടെയാ. അതിനെയാണ് കൊണ്ടുപോയത് ആള്. ആ പ്ലാച്ചിയാണ് ഇപ്പോഴത്തെ താരം. വരുമ്പോ ഇനി ആളുകൾ ചോദിക്കും പ്ലാച്ചി ഡിമാൻഡ്. ഷോപ്പിൽ നല്ല ഡിമാൻഡാന്ന് പറഞ്ഞ സ്റ്റൈൽ പ്ലസ് അവിടെ അത് മേടിച്ചത്. കടക്ക് പ്രൊമോഷനായി. അത് അവിടെയും പറയുന്നുണ്ട് വാങ്ങിച്ചെന്നുള്ളത്. അപ്പൊ നമുക്ക് ഞാൻ വിചാരിച്ചു പ്ലാച്ചി സ്റ്റോർ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങാം. അവള് വരുമ്പോഴത്തേനും നല്ല ബിസിനസ്. എന്തായാലും കുറെ ടോയ് ഉണ്ട് താനും ആൾക്കാർ. അതെ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പുതിയ ഷോപ്പ് പ്ലാച്ചി സ്റ്റോർ.